ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ബിരിയാണി കഴിക്കാനാണ്. ബാംഗ്ലൂരിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മെഗ്ന സ്പെഷ്യൽ ബിരിയാണി. ഇതൊരു ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കോഴിക്കോട് നിന്ന് പാരഗണിലുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ അടുത്ത് വരുന്നത് സിങ്സാന്ദ്രയാണ്. അപ്പോൾ അവിടെയുള്ള മെഗ്ന ഫുഡ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പം ബാംഗ്ലൂർ എത്തിയിട്ട് കുറച്ചായി. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫുഡ് തന്നെയാണ്. ഞങ്ങൾ കോഴിക്കോട്ടിലെ ഫുഡ്. നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അവിടുത്തെ പല ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് തോന്നുക. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഫസ്റ്റ് വീക്കൊക്കെ ഞങ്ങൾ ഫുള്ള് ഗൂഗിളിൽ നോക്കിയത് കേരള ഫുഡ് എവിടെ നിന്ന് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ബാംഗ്ലൂരിലും പാരഗൺ ഞങ്ങൾ അവിടെ പോയി ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് അധികം ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് അങ്ങനത്തെ ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലെ പാരഗണിലെ ബിരിയാണി അടിപൊളി തന്നെയാണ്. ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഞങ്ങളിപ്പോൾ വീക്ക് ഡേ ആണ് വന്നത്. വീക്കെൻഡിലൊക്കെ ഇവിടെ നല്ല തിരക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും പോയി നോക്കാം. ഇവിടെ പല ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മേഘ്ന സ്പെഷ്യൽ ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഗീ റോസ്റ്റ്, പിന്നെ ഒരു ലൈമുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടെയുള്ള ഒരു ബിരിയാണി തന്നെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് നമ്മളെ ചിക്കൻ ഗീ റോസ്റ്റ്. അവർ തന്നെ സെർവ് ചെയ്ത് തരും. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബിരിയാണി എത്തിയിട്ടുണ്ട്. മേഘ്ന സ്പെഷ്യൽ ബിരിയാണി. ഇത് ബോൺലെസ് ബിരിയാണിയാണ്. ഇതിൽ ചിക്കനിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എഗ് കോട്ടിങ് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ സെർവ് ചെയ്ത് തരും. ഇതിൻ്റെ കൂടെ വരുന്നത് റായ്ത്തയും ഗ്രേവിയാണ്. അപ്പോൾ അത് അവർ അതിൻ്റെ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വിളമ്പിത്തരും. പിന്നെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ റൈസ് ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഈ ബിരിയാണി നല്ല സ്പൈസി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര സ്പൈസി ഒന്നല്ല. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിനോട് കിട്ടിയ ചിക്കൻ ഗീ റോസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ് ചിക്കൻ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. ഈ ബിരിയാണിയും നമ്മളെ നാട്ടിലെ ബിരിയാണിയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ബിരിയാണി കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ മനസ്സും വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.